ഹായ് ഹലോ ഫ്രണ്ട്സ്, ടോക്ക് ഓൺലി PSCയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിതാ അടുത്ത 10 കറണ്ട് അഫെയറുമായിട്ട് എത്തിയിട്ടുണ്ട്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യ റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫെയറുകളാണ്. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം, എല്ലാവരും റെഡിയാണ് അല്ലെ? ഇതുവരെ കഴിഞ്ഞ കറണ്ട് അഫെയറുകളെല്ലാം പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ നമ്മൾ പഠിക്കുകയാണ്. ഇന്ത്യയിൽ എല്ലായിടത്തും സെക്കൻഡിൽ 48 ജിഗാബൈറ്റ് വേഗത്തിൽ ഇന്റർനെറ്റ് ലഭ്യമാക്കാനുള്ള ISROയുടെ ബ്രോഡ്ബാൻഡ് ആശയവിനിമയ ഉപഗ്രഹമാണ് GSAT 20. ക്ലിയർ ആയോ? ഇന്ത്യയില് എല്ലായിടത്തും സെക്കൻഡിൽ 48 ജിഗാബൈറ്റ് വേഗത്തിൽ ഇന്റർനെറ്റ് ലഭ്യമാക്കാനുള്ള ISROയുടെ ബ്രോഡ്ബാൻഡ് ആശയവിനിമയ ഉപഗ്രഹം GSAT 20. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പൊ അതിനെ കുറിച്ച് നമുക്ക് കുറച്ച് എന്തെങ്കിലുമൊക്കെ പറയട്ടോ. എന്താ ചെയ്യുന്നത്? യൂസ്ഡ് ഫോർ ഡാറ്റ, വീഡിയോ ആൻഡ് ഓഡിയോ ബ്രോഡ്കാസ്റ്റിംഗ്. അതായത് GSAT 20 ഡാറ്റ, വീഡിയോ ആൻഡ് ഓഡിയോ ബ്രോഡ്കാസ്റ്റിങ്ങിന് വേണ്ടിയിട്ട്, അതായത് ഇതൊക്കെ പ്രക്ഷേപണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ്, അതിന്റെ ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞത് 14 ഇയേഴ്സ് ആണ്. 14 വർഷമാണ് ഇതിന്റെ ലൈഫ് സ്പാന്. 4700 കിലോഗ്രാം ആണ് അതിന്റെ വെയിറ്റ്. GSAT 20 ലോഞ്ച് ചെയ്തത് 2024 നവംബർ 18-നാണ്. ഓക്കെ, അതിൽ തന്നെ വേറൊരു കാര്യം കൂടി, വിക്ഷേപണം സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റിലാണ്. സ്പേസ് എക്സ് ഫാൽക്കൺ 9 റോക്കറ്റിലാണ് എന്തതിന്റെ വിക്ഷേപണം. ഇത്രയും കാര്യങ്ങൾ GSAT 20 റിലേറ്റഡ് ആയിട്ട് ഓർത്തു വെക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ സെക്കൻഡ് വണ്ണിലേക്ക് പോവാണ്. സ്റ്റാർലിങ്ക് എന്താ സംഭവം? സ്റ്റാർലിങ്ക് കമ്പനിക്ക് രാജ്യത്ത് ഉപഗ്രഹ ഇന്റർനെറ്റ് നൽകാൻ കേന്ദ്ര ടെലികോം വകുപ്പ് ലൈസൻസ് നൽകി. ഓക്കെ, അപ്പൊ സ്റ്റാർലിങ്ക് കമ്പനിക്കാണ് ഇപ്പോ രാജ്യത്ത് ഉപഗ്രഹ ഇന്റർനെറ്റ് നൽകാൻ വേണ്ടിയിട്ട് കേന്ദ്ര ടെലികോം വകുപ്പ് ലൈസൻസ് നൽകിയത്. ഇന്ത്യയിൽ ലൈസൻസ് ലഭിക്കുന്ന 3ാമത്തെ കമ്പനിയാണ് എന്നുകൂടി ഓർത്തു വെക്കുക. തേർഡ് വൺ, 2024 ജനുവരിയിൽ ബഹിരാകാശത്ത് വൈദ്യുതി ഉൽപാദന ശേഷി കൈവരിച്ച ഉപഗ്രഹ മീൻസ് വൈദ്യുതി ഉൽപാദന ശേഷി കൈവരിച്ച ബഹിരാകാശ ഏജൻസി ഏതാണ്? ISRO. ക്ലിയർ ആയോ? ഒന്നും കൂടി പറയാം അല്ലെ? 2024 ജനുവരിയില് ബഹിരാകാശത്ത് വൈദ്യുതി ഉൽപാദന ശേഷി കൈവരിച്ച ബഹിരാകാശ ഏജൻസി ഏതാണ് ചോദിച്ചാൽ ഏതാണ്? ISRO ആണ്. ഓക്കെ, സ്വന്തമായി ബഹിരാകാശ കേന്ദ്രം സ്ഥാപിക്കാൻ വൈദ്യുതി ഉൽപാദന ശേഷി കൈവരിക്കേണ്ടതുണ്ട്. അതായത് നമുക്ക് സ്വന്തമായിട്ടൊരു ബഹിരാകാശ കേന്ദ്രം സ്ഥാപിക്കണമെങ്കിൽ എന്ത് വേണം? വൈദ്യുതി ഉൽപാദന ശേഷിയും കൈവരിക്കണം അല്ലെ? ഇതിന്റെ പ്രാഥമിക ഘട്ടമാണ് വിജയകരമായിട്ട് ISRO പൂർത്തീകരിച്ചത്. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ വികസിപ്പിച്ച ഫ്യൂവൽ പവർ സിസ്റ്റം പരീക്ഷണമാണ് വിജയം കണ്ടത്. മീൻസ് അതുമായി റിലേറ്റ് ചെയ്ത കുറച്ച് ഫാക്ട്സുകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ISRO പുതുവർഷ ദിനത്തിൽ വിക്ഷേപിച്ച PSLV C58 നടത്തിയ പരീക്ഷണത്തിലാണ് 180 വാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് ചരിത്രം സൃഷ്ടിച്ചത്. ക്ലിയർ ആയല്ലോ? ഫോർത്ത് വൺ, എല്ലാം സ്പേസുമായി റിലേറ്റ് ചെയ്തുള്ളതാണ് അല്ലെ? തുമ്പ VSSCക്ക് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ഉണ്ടല്ലോ, തുമ്പ സമീപത്തായി സ്പേസിന്റെ നേതൃത്വത്തിൽ വരുന്ന നിർമ്മാണ ഹബ്ബാണ് എന്ത്? എയറോസ്പേസ് കൺട്രോൾ സിസ്റ്റം സെന്റർ. അപ്പോ എയറോസ്പേസ് കൺട്രോൾ സിസ്റ്റം സെന്റർ എവിടെയാ വരുന്നത്? തുമ്പ VSSCക്ക് സമീപത്തായിട്ട് വരുന്നതാണ്. സ്പേസിന്റെ നേതൃത്വത്തിൽ വരുന്ന നിർമ്മാണ ഹബ്ബാണ്. ഓക്കെ, എയറോസ്പേസ് കൺട്രോൾ സിസ്റ്റം സെന്റർ. ഫിഫ്ത് വൺ, ഫെർട്ടിലൈസിംഗ് ദ ഫ്യൂച്ചർ ഭാരത് മാർച്ച് ടുവേർഡ്സ് ഫെർട്ടിലൈസർ സെൽഫ് സഫിഷ്യൻസി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? മൻസൂഖ് മാണ്ഡവ്യ. ഓക്കെ, ക്ലിയർ ആയല്ലോ? മൻസൂഖ് മാണ്ഡവ്യ. നെക്സ്റ്റ്, ശ്രീശങ്കര പുരസ്കാരം. എന്ത് പുരസ്കാരാണ്? ശ്രീശങ്കര പുരസ്കാരം നേടിയ ISRO ചെയർമാനാണ് S സോമനാഥൻ. ഓക്കെ, 2024 ശ്രീശങ്കര പുരസ്കാരം നേടിയ ISRO ചെയർമാൻ S സോമനാഥൻ. 7th one, 2024 ഫെബ്രുവരി 1-ന്
ഇടക്കാല ബഡ്ജറ്റ് അവതരിപ്പിച്ചതിലൂടെ തുടർച്ചയായി ഏറ്റവും അധികം ബഡ്ജറ്റുകൾ അവതരിപ്പിക്കുന്ന മൊറാർജി ദേശായിയുടെ റെക്കോർഡിനൊപ്പം എത്തിയത് നമ്മുടെ നിർമ്മല സീതാരാമൻ. ഓക്കെ, ക്ലിയർ ആയല്ലോ. 2024 ഫെബ്രുവരി 1 ഇടക്കാല ബഡ്ജറ്റ് അവതരിപ്പിച്ചതിലൂടെ തുടർച്ചയായി ഏറ്റവും അധികം ബഡ്ജറ്റുകൾ അവതരിപ്പിക്കുന്ന മൊറാർജി ദേശായിയുടെ റെക്കോർഡിനൊപ്പം എത്തിയത് നിർമ്മല സീതാരാമൻ. ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് 8th വൺ. അന്തരിച്ച ഗായകരുടെ ശബ്ദം നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ പുനഃസൃഷ്ടിച്ച സംഗീതജ്ഞൻ. ആരാണ് അദ്ദേഹം? നമുക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള AR റഹ്മാൻ. ഓക്കെ. 9th വൺ. ആദിവാസി ഭൂമി തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയാണ് ഹേമന്ത് സോറൻ. ആരാണ്? ഹേമന്ത് സോറൻ. ആദിവാസി ഭൂമി തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ആരാടോ? ഹേമന്ത് സോറൻ. 10th വൺ. ആരുടെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് രാജ്യത്ത് 525 രൂപയുടെ നാണയം പുറത്തിറക്കിയത്? ആരുടെ ജന്മദിനത്തോടനുബന്ധിച്ചിട്ടാണ് ഇന്ത്യയിൽ 525 രൂപയുടെ നാണയം പുറത്തിറക്കിയത്? നമ്മുടെ മീരാഭായിയുടെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് രാജ്യത്ത് 525 രൂപയുടെ നാണയം പുറത്തിറക്കിയത്. ഓക്കെ, അപ്പൊ 10 കറണ്ട് അഫെയർ വളരെ വളരെ ഇമ്പോർട്ടന്റും എന്നാൽ വളരെ വളരെ സിമ്പിളും ആയിട്ടുള്ള 10 കറണ്ട് അഫെയർ നമ്മൾ പഠിച്ചു. ആർക്കും ബോറടിക്കരുത്. ബോറടിക്കുമ്പോ അപ്പ കണ്ണടിക്കുക, ഇങ്ങനെ പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്ക് ബോറടിക്കുന്നില്ല, ഞാൻ ഭയങ്കര എനർജറ്റിക് ആണ്, നിങ്ങൾക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുക. ഓക്കെ, താങ്ക് യു. എല്ലാവരും നന്നായിട്ട് പഠിക്കൂ. താങ്ക് യു.